ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമസ്കാരം. AS നായർ ആസ്ട്രോ ആൻഡ് പ്രോമിസിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 7 മുതൽ 2025 ഡിസംബർ 13 വരെ, അതായത് 1201 വൃശ്ചിക മാസം 21 മുതൽ 1201 വൃശ്ചിക മാസം 27 വരെയുള്ള നിങ്ങളുടെ വാരഫലം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ആഴ്ച പൊതുവെ തിരക്കു പിടിച്ചതായിരിക്കും. യാത്രകൾ കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇടവം രാശി, കാർത്തിക 45 നാഴിക, രോഹിണി, മകയിരം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച സാമ്പത്തിക നില അത്ര നന്നല്ല. ഓഹരി വിപണിയിൽ പൈസ നിക്ഷേപിക്കുന്നവർ നല്ലപോലെ ശ്രദ്ധിച്ചു വേണം നിക്ഷേപിക്കാൻ. പൈസ കളവ് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. മിഥുനം രാശി, മകയിരം 30 നാഴിക, തിരുവാതിര, പുണർദം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ജോലി തിരക്ക് കാരണം അത്യാവശ്യം ചെയ്തു തീർക്കാനുള്ള ചില ജോലികൾ താമസിക്കും. അതിനാൽ പണം നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നു. കരാർ പ്രകാരമുള്ള ജോലികൾ തൊഴിലാളികളുടെ അനാസ്ഥ മൂലം താമസിക്കും. കർക്കിടകം രാശി, പുണർദം 15 നാഴിക, പൂയം 1000. ഇവർക്ക് ഈ ആഴ്ച പണം കൂടുതൽ കയ്യിൽ വരും. വീഴ്ചകളോ അപകടങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കണം. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം ഓടിക്കാൻ. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ചിലവ് കൂടാനുള്ള സാധ്യത കാണുന്നു. ഭാര്യയുടെ വീട്ടുകാരുമായി നല്ല സൗഹൃദത്തിൽ ആയിരിക്കും. കുട്ടികളുമായി വിനോദയാത്ര പോകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കന്നിരാശി, ഉത്രം 45 നാഴിക, അത്തം, ചിത്തിര 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ഏത് കാര്യത്തിനും അല്പം താമസം നേരിടും. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ സ്ഥലം മാറ്റത്തിനും സാധ്യത കാണുന്നു. ശനിയാഴ്ച അയ്യപ്പന് നീരാഞ്ജനം നടത്തുക. തുലാരാശി, ചിത്തിര 30 നാഴിക, ചോതി, വിശാഖം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച വീട്ടുജോലിക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു. കർമ്മരംഗം പുഷ്ടിപ്പെടും. വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ പെരുമാറും. ഹൃദ്രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വൃശ്ചികം രാശി, വിശാഖം 15 നാഴിക, അനിഴം, കേട്ട. ഇവർക്ക് ഈ ആഴ്ച ഭാര്യ വീട്ടുകാരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങിക്കുവാൻ സാധിക്കും. തീർത്ഥയാത്ര പോകാൻ ആലോചിക്കും. കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയസാധ്യത കാണുന്നു. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച കടബാധ്യത വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ചെറിയ അപകടം ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ദൂരയാത്ര കഴിവതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മകരം രാശി, ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച വീട്ടിൽ അതിഥികൾ ഉണ്ടാകും. പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും മുടക്കം ഉണ്ടാകും. മനസമാധാനം കുറയും. കുംഭം രാശി, അവിട്ടം 30 നാഴിക, ചതയം, പൂരുരുട്ടാതി 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മതിയാക്കി നാട്ടിലേക്ക് തിരികെ വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് മനസമാധാനം കുറയും. മിത്രങ്ങൾ ശത്രുക്കളായി മാറും. ശാരീരികമായി അസ്വസ്ഥത ഉണ്ടാകും. മീനം രാശി, പൂരുരുട്ടാതി 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ഈ ആഴ്ച കുടുംബസ്വത്ത് കിട്ടും. വ്യാപാരത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. കർമ്മസ്ഥാനം വിപുലീകരിക്കും. പുതിയ വീട്ടിലേക്ക് താമസം മാറും. യാത്രകൾ പ്രയോജനപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ പേരും രാശിയും കമന്റ് ബോക്സിലിട്ട് എന്നെ അറിയിക്കുക. എൻ്റെ പൂജയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.